ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:20. അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. അപ്പസ്തോല പ്രവർത്തനങ്ങളാ സാധാരണക്കാരായ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ ദൈവത്തിന്റെ വചനവുമായി പോയപ്പോൾ, ലോകം മുഴുവൻ അവർ ചുറ്റിത്തിരിഞ്ഞപ്പോൾ ആ വചനം വിപുലമായി പ്രചരിച്ചു. അവരുടെ നെഞ്ചിലൊരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്, ഞങ്ങൾ പോകുന്നത് അവിടുത്തെ സാക്ഷികളായ ആ ജീവിതങ്ങൾക്കും അവർ പറഞ്ഞ വചനങ്ങൾക്കും ദൈവം മുദ്രയിട്ടു. അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ആ വചനങ്ങളെ സ്ഥിരീകരിച്ചു. അങ്ങനെയാണ് ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടത്. മനുഷ്യർ പറഞ്ഞപ്പോൾ ആ വചനം പ്രചരിച്ചെങ്കിൽ അതിന്റെ ശക്തി വെളിപ്പെട്ടത് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടാണ്. അവർ പറഞ്ഞപ്പോൾ രോഗികൾ സൗഖ്യപ്പെട്ടു. അവർ കരങ്ങൾ ഉയർത്തിയപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ പുതുജീവൻ ലഭിച്ചവരുണ്ട്. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒക്ടോബർ മാസത്തിൽ, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിൽ നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ മറന്നു പോകരുത്, ദൈവത്തിന്റെ വചനവുമായി പോയവള പരിശുദ്ധ മാതാവ്, ദൈവവചനത്തിന്റെ സാക്ഷിയ പരിശുദ്ധ അമ്മ. ആ വചനം ക്രിസ്തുവായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ ദൈവം എത്രത്തോളം ഉയർത്തി എന്ന് നമുക്കറിയാം. എങ്കിൽ ദൈവത്തിന്റെ വചനവുമായി പോകുന്നവരെ, ദൈവ വചനത്തിനായി ജീവിതം കൊടുക്കുന്നവരെ ദൈവം മാനിക്കുന്നത് എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.